ഇല്ല, തീർച്ചയായിട്ടും ഗവർണർ നയങ്ങളോട് യോജിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ നമ്മളുടെ ക്യാമ്പസിന്റെ മുന്നിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ബാനർ അഴിപ്പിച്ചു മാറ്റിയ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ ബാനറുകൾ ഈ ക്യാമ്പസിന് മുന്നിൽ മുഴുവൻ 23 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ബാനർ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഗവർണർ ഇത്തരത്തിൽ തീരെ ജനാധിപത്യത്തിന്റെ കാവലാളായാണ് നമ്മൾ ഗവർണറെ കണക്കാക്കുന്നത്. എന്നാൽ ഗവർണർ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് തികച്ചും ഇവിടുത്തെ ഭരണപക്ഷത്തിനെതിരെ, അല്ലെങ്കിൽ ഇവിടുത്തെ മുഴുവൻ കേരളത്തിനോട് മുഴുവൻ തന്നെ അവരുടെ സംഘ രാഷ്ട്രീയം എത്താത്ത ഭാഗമാണ് കേരളം. അപ്പൊ കേരളത്തിലേക്ക് അവരുടെ അജണ്ടകളെ കടത്തി വിട്ടുകൊണ്ട് അവരുടെ ഫാസിസ്റ്റ് നയങ്ങളെ എത്തിക്കുക എന്ന തരത്തിലേക്ക് പണ്ട് ഹിറ്റ്ലർ പ്രയോഗിച്ച ഗബല്യൻ നുണകൾ പോലെ നമ്മളുടെ പാഠപുസ്തകങ്ങളിലേക്ക് കള്ളങ്ങളെയും നമ്മൾ പഠിക്കേണ്ട ചരിത്രങ്ങളെ അടർത്തി മാറ്റിക്കൊണ്ടും നമ്മളെ നിരന്തരമായി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പൊതുമണ്ഡലത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്നൊരു രീതിയിലേക്കാണ് ഗവർണർ പ്രവർത്തിച്ചു പോകുന്നത്.